പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. +1 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ തവണ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന നിലയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണെന്ന് പറയേണ്ടിയിരിക്കും. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്? നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ പല കാര്യങ്ങൾക്കും ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അതായത് ബൈക്കിൻ്റെ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായാൽ അതിന് നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വീടൊക്കെ ഇൻഷുർ ചെയ്യാറുണ്ട്. ഫയറിനെതിരെയും തെഫ്റ്റിനെതിരെയൊക്കെ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. നമ്മുടെ ലൈഫ് ഇൻഷുർ ചെയ്യാറുണ്ട്. LICയിലും മറ്റ് ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ ലൈഫ് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അന്നേരം ഈ ഇൻഷുറൻസ് ഒരു കോൺട്രാക്റ്റ് ആണ്. ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുവേർഡും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. അന്നേരം ഈ കോൺട്രാക്റ്റിലെ ചില തത്വങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ തത്വങ്ങൾക്കെതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ പലപ്പോഴും ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയി പോകാറുണ്ട്. അത് ക്യാൻസൽ ആയി പോകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചില തത്വങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ഇൻഷുറൻസിലെ തത്വങ്ങൾ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അന്നേരം ഇതും നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ലൈഫിലും നമ്മളുടെ വാഹനങ്ങളും വീടും ലൈഫും ഒക്കെ ഇൻഷുർ ചെയ്യുമ്പോൾ ഈ തത്വങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അന്നേരം അതിലൊന്നാമത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരമമായ ഉത്തമ വിശ്വാസം. ഇതിനകത്ത് രണ്ട് പാർട്ടികളുണ്ടെന്ന് പറഞ്ഞു, ഇൻഷുററും ഇൻഷുവേർഡും. രണ്ടുപേരും ഈ തത്വം പാലിച്ചിരിക്കണം. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇൻഷുറൻസ് is a contract of utmost good faith. Both the parties to the contract should be absolutely honest to each other in regard to the contract. ഈ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ രണ്ടുപേരും ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുവേർഡും വിശ്വാസ്യത പുലർത്തണം. ഓണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധരായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. The insured is liable to disclose all material facts known to him. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി, ഇതിപ്പോൾ നമ്മുടെ ലൈഫ് ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അടുത്ത നാളിലോ മുൻകാലങ്ങളിലോ എന്തെങ്കിലും അസുഖം നമ്മൾ കൊണ്ടോ നിലവിൽ എന്തെങ്കിലും ആണെങ്കിൽ ആ കാര്യം വെളിപ്പെടുത്തണം. അതേപോലെ തന്നെ വാഹനം ഇൻഷുർ ചെയ്യുന്ന സമയത്ത് ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പോൾ ഗ്യാസ് സിലിണ്ടറൊക്കെ കയറ്റുന്ന വാഹനമാണോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് റിസ്ക് കൂടുതലുണ്ടല്ലോ. അന്നേരം ഇതുപോലെയുള്ള ഈ പെട്രോൾ ടാങ്കർ ആണെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഒരു വാഹനത്തിന് കൂടുതലുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം. അങ്ങനെ എന്ത് കാര്യമാണോ ഇൻഷുർ ചെയ്യുന്നത്, ഏത് സബ്ജക്റ്റ് മാറ്ററാണോ ഇൻഷുർ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾക്കറിയാവുന്ന എല്ലാ റിസ്ക് ഫാക്ടേഴ്സും അവരോട് വെളിപ്പെടുത്തണം. ഒന്നും മറച്ചു വെക്കരുത്. Similarly, the insurer is also liable to disclose honestly the scope of insurance which he is prepared to grant. അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണം. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് എന്തെങ്കിലും ക്ലെയിമിന്റെ സമയം വരുമ്പോൾ പറയാം, ആ കേസിൽ നമുക്ക് ഇൻഷുറൻസ് ഇല്ല, അതിന് പ്രൊട്ടക്ഷൻ ഇല്ല, അങ്ങനെയുള്ള കാര്യം പറയരുത്. പറയുവാണെങ്കിൽ ആദ്യമേ തന്നെ പറയണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദർ ഈസ് നോൺ ഡിസ്ക്ലോഷർ ഓർ മിസ്റെപ്രസെന്റേഷൻ ഓഫ് എനി മെറ്റീരിയൽ ഫാക്ട്, ദ എഗ്രിമെന്റ് വിൽ ബി ഇൻവാലിഡ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്രാധാന്യം അർഹിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയിരിക്കും. നമ്പർ 2, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡംനിറ്റി, നഷ്ടപരിഹാര തത്വം എന്നാണ് ഇതിനെ പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡംനിറ്റി. Indemnity means that in case of any loss, the insured shall be compensated, but the amount of compensation shall never be more than the actual loss. ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുത്തു, നമ്മുടെ ബൈക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്തു. ആ വാഹനത്തിന് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരു 20,000 രൂപയുടെ ലോസ് ഉണ്ടായെന്ന് കരുതുക. ഒരു കാരണവശാലും നമ്മളുടെ ക്ലെയിം 20,000-ൽ കൂടാൻ പാടില്ല. എത്രയാണോ നഷ്ടമുണ്ടാകുന്നത് മാക്സിമം ആ നഷ്ടം പരിഹരിച്ചേ കിട്ടുള്ളൂ. ഒരിക്കലും നഷ്ടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. It denotes that the insured is not allowed to make any profit out of his loss. Principle of indemnity is not applicable in case of life insurance.
ലൈഫ് ഇൻഷുറൻസിൽ ഈ നഷ്ടപരിഹാര തത്വം എന്ന പ്രിൻസിപ്പിൾ ബാധകമല്ല. കാരണം എന്താ? ഒരാളുടെ ലൈഫിന് നമുക്ക് വിലയിടാൻ സാധിക്കില്ല. ഒരാൾക്ക് മരണം സംഭവിച്ചാൽ അത് എത്ര കോടി രൂപ കൊടുത്താലും അതിന് പരിഹാരം ഉണ്ടാകില്ല. അതുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല. നമ്പർ 3, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യം. നമ്മൾക്ക് മറ്റൊരാളുടെ പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അന്നേരം നമ്മൾക്ക് എന്തെങ്കിലും ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വസ്തു മാത്രമേ, അതായത് ആ വസ്തുവിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നമ്മൾക്ക് നഷ്ടം ഉണ്ടാകണം. ഇപ്പോൾ മറ്റൊരാളുടെ ബൈക്ക് നമുക്ക് ഇൻഷുർ ചെയ്യാൻ അവകാശമില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് ഒന്നും നമുക്കില്ലെങ്കിൽ. കാരണം ആ മറ്റൊരാളുടെ ബൈക്കിന് നഷ്ടം സംഭവിച്ചാൽ ഫിനാൻഷ്യലി നമുക്ക് യാതൊരുവിധ നഷ്ടവും വരുന്നില്ല. അതേസമയം നമ്മുടെ ബൈക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ആക്സിഡന്റ് ഉണ്ടായാൽ, അത് നമ്മളെ ഫിനാൻഷ്യലി അത് ബാധിക്കും. അന്നേരം ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടി അല്ലെ ഒരു സബ്ജക്റ്റ് മാറ്റർ മാത്രമേ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ദ ഇൻഷുർഡ് പേഴ്സൺ മസ്റ്റ് ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദി ലൈഫ് ഓർ പ്രോപ്പർട്ടി ഇൻഷുർഡ്. നമ്മൾ ഇൻഷുർ ചെയ്യുന്ന ലൈഫോ നമ്മൾ ഇൻഷുർ ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഒരാൾക്ക് ഒരാളുടെ മകനെ ഇൻഷുർ ചെയ്യാം, മറ്റൊരാളുടെ മകനെ ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അദ്ദേഹം നമ്മളുടെ ക്രെഡിറ്റർ, നമ്മുടെ ഡെറ്റർ ആയിരിക്കണം. ആ ഒരു രീതിയിൽ വന്നാൽ മാത്രമേ ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഹി കനോട്ട് ക്ലെയിം അറ്റ് ദ ടൈം ഓഫ് ലോസ്. നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു വസ്തു ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറർ അത് തെളിയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടില്ല. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മീൻസ് ദാറ്റ് the insured must have some financial interest in the object, property or life which he is insuring. നമ്മൾ ഇൻഷുർ ചെയ്യുന്ന വസ്തുവിൽ നമുക്ക് സാമ്പത്തികമായ താല്പര്യം ഉണ്ടാകണം. ആ വസ്തുവിലോ ആ വ്യക്തിയിലോ നമുക്ക് സാമ്പത്തിക താല്പര്യം ഉണ്ടാകണം. അതായത് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ വസ്തുവിനോ ആ വ്യക്തിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മൾക്ക് സാമ്പത്തികമായ നഷ്ടം ഉണ്ടാക്കുന്ന വസ്തുവാണെങ്കിലാണ് അതിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുക. നോ പേഴ്സൺ ക്യാൻ എൻ്റർ ഇൻടു എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് അൺലെസ് ഹി ഹാസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദി ഇൻഷുറൻസ്. നമ്പർ 4, പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ. സമീപസ്ഥ കാരണം, നിയറസ്റ്റ് കോസ്. അങ്ങനെ ഒരു തത്വമുണ്ട്. പ്രോക്സിമേറ്റ് കോസ് ലിറ്ററലി മീൻസ് ദാറ്റ് നിയറസ്റ്റ് കോസ് ഓർ ഡയറക്റ്റ് കോസ്. പ്രോക്സിമേറ്റ് കോസിന്റെ അർത്ഥം തൊട്ടടുത്ത കാരണം അല്ലെങ്കിൽ നേരിട്ടുള്ള കാരണം. This principle is applicable when the loss is the result of 2 or more causes. ചില ആക്സിഡന്റിന് ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ കാണും. അതിലേതാണോ തൊട്ടടുത്ത കാരണം, ആ തൊട്ടടുത്ത കാരണത്തിന് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുവാണെങ്കിൽ, ഒരാൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബൈക്ക് തെന്നി മറിഞ്ഞ് നമ്മൾ റോഡിൽ നിന്ന് തെറിച്ച് ഒരു കാനയിലേക്ക് വീഴുന്നെന്ന് കരുതുക. അവിടെ നമ്മൾ കാനയിലേക്ക് വീണപ്പോൾ അവിടെ ഒരു പാമ്പ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പേടിച്ചോടി തൊട്ടടുത്തുള്ള ഒരു കുളത്തിലേക്ക് പോയി ചാടി. അത് മുങ്ങി മരിച്ചു. ആരാണോ വീഴുന്നത് അയാൾ മുങ്ങി മരിച്ചെന്ന് കരുതുക. അന്നേരം ഇവിടെ 2 കാരണമുണ്ട്. ഒന്ന്, ബൈക്ക് തെന്നി മറിഞ്ഞു. 2, പാമ്പിനെ കണ്ട് പേടിച്ചോടി തൊട്ടടുത്ത കുളത്തിൽ ചാടി മരിക്കുന്നു. ഇതിന്റെ തൊട്ടടുത്ത കാരണം എന്ന് പറഞ്ഞാൽ മുങ്ങിമരണമാണ്. മുങ്ങിമരണം നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം ബൈക്ക് ആക്സിഡന്റ് ആണെങ്കിൽ പോലും അത് ആക്ച്വൽ മരണം സംഭവിച്ചത് കുളത്തിൽ വെള്ളം കുടിച്ച് മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. അതിന് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി ഈ കേസിൽ നമുക്ക് ക്ലെയിം തരില്ല. അന്നേരം പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ വെച്ചാൽ നിയറസ്റ്റ് കോസ് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. നമ്മളിവിടെ നിയറസ്റ്റ് കോസ് ഇൻഷുർ ചെയ്യാത്തതുകൊണ്ട് ഇൻഷുറൻസ് കിട്ടില്ല. അന്നേരം ഇതുപോലെയുള്ള അനുബന്ധ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ടേ നഷ്ടപരിഹാരം അനുവദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ. നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ. പരിത്യാഗം എന്ന് പറയും സബ്രഗേഷന്റെ അർത്ഥം. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾസിന്റെ ഒരു എക്സ്റ്റൻഷനാണ്, തുടർച്ചയാണ്.
കാരണം ഇൻഡംനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് നഷ്ടം പരിഹരിച്ചു കൊടുക്കും. ഒരു കാരണവശാലും നഷ്ടത്തിൽ നിന്ന് ലാഭം എടുക്കാൻ സമ്മതിക്കില്ല. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ, ആഫ്റ്റർ ദി ഇൻഷുർഡ് ഈസ് കോമ്പൻസേറ്റഡ് ഫോർ ദി ലോസ് ഡ്യൂ ടു ഡാമേജ് ടു പ്രോപ്പർട്ടി ഇൻഷുർഡ്, then right of ownership of such property passes on to the insurer. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കാർ ആക്സിഡന്റിൽ പെട്ടു, അതിന്റെ ഡോറിന് കംപ്ലീറ്റ് ആയിട്ട് പ്രശ്നമായിരുന്നു, ആ ഡോർ റീപ്ലേസ് ചെയ്തു. അന്നേരം ഇൻഷുർഡിനെ സംബന്ധിച്ച് നഷ്ടം പരിഹരിച്ചു കിട്ടി. അതിനുശേഷം ആ ഡാമേജ് വന്ന ഡോറ് അതിന്റെ ഓണർഷിപ്പ് ഇൻഷുറർക്ക് പാസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഡോറ് നമ്മുടെ ആയിരുന്നു, പക്ഷെ നമുക്ക് പുതിയ ഡോറ് കാറിന് ഫിറ്റ് ചെയ്തു. അന്നേരം ആ ഡാമേജ് വന്ന ഡോറ് അതിന്റെ ഓണർഷിപ്പ് ഇൻഷുറർക്ക് പാസ് ചെയ്യും. കാരണം ആ ഡാമേജ് വന്ന ഡോറ് വിറ്റാൽ ചിലപ്പോൾ നമുക്കൊരു 500 രൂപ ഈ സ്ക്രാപ്പ് വാല്യൂ കിട്ടിയെന്നിരിക്കും. ആ 500 രൂപ നമ്മൾക്ക് ലാഭമാകാൻ സാധ്യതയുണ്ട്. അത് അനുവദിക്കില്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ. If the damaged property has any value left that cannot be given to the insured, ആ സ്ക്രാപ്പ് വാല്യൂ ഒരിക്കലും ഇൻഷുർഡിന് വിട്ടുകൊടുക്കാൻ പാടില്ല. ദിസ് ഈസ് ബിക്കോസ് ദ ഇൻഷുർഡ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു മേക്ക് എനി പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് ദ ഡാമേജ്ഡ് പ്രോപ്പർട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. നഷ്ടം ലഘൂകരിക്കണം. നഷ്ടം ലഘൂകരിക്കുക എന്ന ഒരു പ്രിൻസിപ്പിൾ. Insured can claim for loss or damage only if the loss arises due to reasons beyond the control of the insured. ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഇൻഷുർഡിന് ക്ലെയിം ലഭിക്കുകയുള്ളൂ ഏത് സാഹചര്യത്തിൽ? ഈ നഷ്ടമുണ്ടായത് ഇൻഷുർഡിന്റെ കൺട്രോളിന് പുറത്തുള്ള ഒരു കാരണം കൊണ്ടാണ്. അതായത് ഇൻഷുർഡ് വിചാരിച്ചാൽ ഈ നഷ്ടം ലഘൂകരിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തെളിഞ്ഞാൽ ഇൻഷുർഡിന് കോമ്പൻസേഷൻ കൊടുക്കുകയില്ല. Insured can claim for loss or damage only if the loss arises due to reasons beyond the control of the insured. According to this principle, the insured is expected to take reasonable care to protect the insured property for loss or damage and has taken effective measures to minimize loss. അതായത് ഒരു ഇൻഷുർഡ് സബ്ജക്റ്റ് മാറ്റർ മാക്സിമം കെയർ കൊടുത്തിരിക്കണം നഷ്ടം ഉണ്ടാകാതിരിക്കാൻ. എന്തെങ്കിലും നഷ്ടം, ഇതിപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായെന്ന് കരുതുക. തീപിടുത്തം ഉണ്ടായാൽ പരമാവധി ഇൻഷുർഡ് ശ്രമിക്കണം ആ തീപിടുത്തം നമ്മൾ കാണുകയും അതിനെ സംബന്ധിച്ച് ഉടനെ ഫയർഫോഴ്സിൽ അറിയിക്കുക, തൊട്ടടുത്തുള്ളവരെ വിളിച്ചു കൂട്ടി ആ തീ കെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലാതെ തീപിടുത്തം ഉണ്ടായതേ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതാണ് എന്ന ഒറ്റ കാരണത്താൽ നമ്മൾ സ്ഥലം വിട്ടു പോകാൻ പാടില്ല. അങ്ങനെ തെളിഞ്ഞെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. The insured must not neglect or behave irresponsibly during such events, just because the property is insured. In case insurer finds out the loss is due to carelessness of the insured, then the insured loses the right to be compensated for the loss. ഇതിപ്പോൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒറ്റ കാരണത്താൽ എന്തെങ്കിലും ഉപേക്ഷ, അതായത് തീ കെടുത്തുന്നതിൽ എന്തെങ്കിലും ഉപേക്ഷ വരുത്തിയെന്ന് തെളിഞ്ഞാൽ ആ കോമ്പൻസേഷൻ കിട്ടാൻ ഇൻഷുറിന് അർഹതയുണ്ടായിരിക്കില്ല. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ, വീതാംശം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വീതാംശം. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി. ഇൻഡംനിറ്റി കോൺട്രാക്ട് ബാധകമായ എല്ലാ കേസിലും. അതായത് ലൈഫ് ഇൻഷുറൻസിന് ഇൻഡംനിറ്റി കോൺട്രാക്ട് ബാധകമല്ല, ജനറൽ ഇൻഷുറൻസിന് മറ്റ് ഇൻഷുറൻസുകളെല്ലാം ബാധകമാണ്. It is applicable to all contract of indemnity. According to this principle, an insured can insure the same subject matter with 2 or more insurance companies, but he can claim the compensation only to the extent of actual loss, either from all insurers or from any one insurer. ഇപ്പോൾ നമ്മളുടെ ബൈക്കിന് 1,00,000 രൂപയുടെ ഇൻഷുറൻസ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുത്തു. ആ ബൈക്ക് തന്നെ വേണമെങ്കിൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലും ഇൻഷുർ ചെയ്യാം, മറ്റ് ഇൻഷുറൻസ് കമ്പനിയിലും ഇൻഷുർ ചെയ്യാം. പക്ഷേ ഇൻഡംനിറ്റി പ്രിൻസിപ്പിൾ ബാധകമായ ഈ കേസിൽ നമ്മൾക്ക് നഷ്ടം 50,000 രൂപയുടെ നഷ്ടം ഉണ്ടായെങ്കിൽ ഒന്നെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തന്നെ മേടിക്കാം, അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ക്ലെയിം ചെയ്യാം. പക്ഷേ ഒരിക്കലും
നമ്മൾക്ക് ലഭിക്കുന്ന തുക 50,000-ൽ കൂടാൻ പാടില്ല. കാരണം നമുക്ക് ആക്ച്വൽ ലോസ് 50,000 ഉള്ളൂ. If one insurer pays the full compensation, then that insurer can claim proportionate compensation from other insurers. ഇപ്പോൾ നാഷണൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് 50,000 രൂപ തന്നെങ്കിൽ അതിൻ്റെ 50% യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും വാങ്ങുവാൻ നാഷണൽ ഇൻഷുറൻസ് കമ്പനിക്ക് അവകാശം ഉണ്ടായിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ +1 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇൻഷുറൻസ് പ്രിൻസിപ്പിൾസ്. അതിൽ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമി ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ്, ലാസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. പലപ്പോഴും എക്സാമിന് 8 മാർക്കിൻ്റെ ക്വസ്റ്റിന് ഏതെങ്കിലും 4 എഴുതാൻ ചോദിക്കാം. ചില കേസിൽ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ്, അതുപോലെ ഏതെങ്കിലും പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അങ്ങനെ 4 സ്പെസിഫിക് ആയിട്ട് ചോദിച്ചെങ്കിൽ അത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അന്നേരം ഈ 7 പ്രിൻസിപ്പിളും നിർബന്ധമായിട്ടും പഠിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ.